എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ദനം. അനുഗ്രഹിക്കപ്പെട്ട ഒരാഴ്ച കർത്താവ് നമുക്ക് തന്നു. പോയിടത്തെല്ലാം കർത്താവ് നമ്മുടെ കൂടെ ഇരുന്നു. എന്തെല്ലാം പ്രശ്നങ്ങൾ വന്നു. ഈ മഴക്കാലത്ത് ഒത്തിരി പേര് തെന്നി വീഴുന്ന സമയങ്ങളൊക്കെയാണ്. സൈക്കിളിൽ, ബൈക്കിൽ, റോഡപകടങ്ങൾ പലതും, ചെരുപ്പ് തെന്നിയത്, ചെരുപ്പിന് ഗ്രിപ്പില്ലാത്തത് കൊണ്ട് ടൈലിൽ തെന്നിയത്, പിന്നെ പായൽ പിടിച്ച് കിടക്കുന്നതുകൊണ്ട് ഒത്തിരി വീഴ്ചകൾ. അങ്ങനെ വീഴ്ചകളുടെ ഒരു സമയമായിട്ടും വീഴാതെ വണ്ണം കാത്ത ദൈവത്തിന് നന്ദി. എല്ലാറ്റിനും വേണ്ടി നമുക്ക് ഈ മഴക്കാലത്ത് സ്തോത്രം ചെയ്യാം. ദൈവം നല്ലവൻ, ദൈവം വിശ്വസ്തൻ, ഇനിയും നമ്മെ വഴി നടത്താൻ. 91 സങ്കീർത്തനം പറയുന്നു, നിന്റെ കാല് കല്ലിൽ തട്ടിപ്പോകാതിരിക്കേണ്ടതിന് ദൂതന്മാരെ കൽപ്പിച്ചാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീഴാതെ, നമ്മൾ തളരാതെ, നമ്മൾ തകർന്നു പോകാതെ നിലനിൽക്കാൻ കാരണക്കാരനായ കർത്താവിൽ നമുക്ക് പ്രത്യാശ വയ്ക്കാം. എന്താണ് പ്രത്യാശ? നമ്മളെല്ലാ ദിവസവും, നാളെ ഒരു ദിവസം ഉണ്ടോ എന്ന് അറിയില്ലെങ്കിലും നമ്മൾ ഉറങ്ങാൻ പോവുകയാണ്. നാളെ ഒരു ദിവസം ഇല്ലെങ്കിലോ? എന്നാ ഉറപ്പ്? ഇന്ന് രാവിലെ എങ്ങനെ എഴുന്നേറ്റേ? നാളെ ഒരു ദിവസമുണ്ട് എന്ന് ഉള്ള ഉറപ്പിലാണ് കിടന്നത്. എന്നിട്ട് നമ്മൾ ഒരു അലാറം സെറ്റ് ചെയ്തു. 3 മണി, 4 മണി, 5 മണി, ചിലർ 8 മണി. എന്താണ് ആ അലാറം സെറ്റ് ചെയ്തതിനെ നമുക്ക് പ്രത്യാശയെന്ന് വിളിക്കാം. എന്താണ്? കിടന്നുറങ്ങിയ പലരും എഴുന്നേറ്റില്ല, എന്നാൽ ഞാൻ എഴുന്നേൽക്കും. അതാണ് നമ്മൾ സെറ്റ് ചെയ്യുന്ന അലാറം ഒരു സന്ദേശം തരുന്നത്. ഓരോ പ്രവൃത്തിക്കും ഓരോ മെസ്സേജുണ്ട്. നമ്മൾ സമയം പാഴാക്കുമ്പോൾ നാം ദൈവം തരുന്ന സമയത്തെ വെറുതെ കളയുന്നു എന്ന ഒരു തെറ്റാണ് ചെയ്യുന്നത്. നമ്മൾ മറ്റുള്ളവരെ കുറ്റം പറയുമ്പോൾ ദൈവം തിരഞ്ഞെടുത്തവരെ കുറ്റം വിധിക്കുകയാണ്. നമ്മൾ ഒരു ഗവൺമെൻറ് അധികാരിയെ കുറ്റം വിധിക്കുമ്പോൾ വാള് വഹിക്കുന്നവനെ, ദൈവം വാളേൽപ്പിച്ചവനെ, ദൈവം ഒരു ന്യായാധിപനാക്കിയവനെ നമ്മൾ എതിർക്കുന്നു. എല്ലാറ്റിനും ഒരു സന്ദേശമുണ്ട്. അപ്പോൾ നമ്മൾ കിടന്നുറങ്ങുമ്പോൾ അലാറം വെക്കുമ്പോൾ ഒരു സന്ദേശമുണ്ട്. ദൈവം എനിക്ക് വാഗ്ദത്തം വെച്ചിട്ടുണ്ട്, ഞാൻ രാവിലെ എഴുന്നേൽക്കും, എനിക്ക് ദീർഘായുസ് ദൈവം പറഞ്ഞിട്ടുണ്ട്, ഞാൻ മക്കളുടെ മക്കളെയും കാണാനുള്ളവനാണ്, ജീവനുള്ളവരുടെ ദേശത്തെ യഹോവയുടെ നന്മ കാണുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. അതാണ് സങ്കീർത്തനം 27:13. ഇതെല്ലാം ഉള്ള ഉറപ്പാണ് അലാറം വെക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത്. അതുകൊണ്ട് ഓരോ അലാറം കേട്ട് എഴുന്നേറ്റ് വരുമ്പോൾ നന്ദി പറഞ്ഞുകൊണ്ട്, കർത്താവേ, ഞാനിതാ അലാറം കേട്ട് എഴുന്നേറ്റിരിക്കുന്നു, എൻ്റെ തലച്ചോറ് പ്രവർത്തിക്കുന്നു, ഞാൻ എഴുന്നേറ്റ് പ്രവർത്തിക്കുന്നു, എല്ലാം നന്മയ്ക്കായിട്ട് മാറുന്നു. കർത്താവിൻ്റെ മക്കളെ, ദീർഘായുസ് കൊണ്ട് ദൈവം നിങ്ങളെ തൃപ്തി വരുത്തട്ടെ. ഇന്ന് നമുക്ക് റോമലേഖനം 8-ാം അധ്യായത്തിൻ്റെ 35-ാം വാക്യത്തിൽ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നത് ആർ എന്ന ഒരു ചോദ്യത്തിലാണ്. എന്നിട്ട് അതിനകത്ത് വേർപിരിക്കുന്ന പലതിനെ കുറിച്ചോടെ പറയുന്നുണ്ട്. കഷ്ടതയോ, സങ്കടമോ, ഉപദ്രവമോ, പട്ടിണിയോ, നഗ്നതയോ, ആപത്തോ, വാളോ. കർത്താവുമായിട്ടുള്ള അടുത്ത ബന്ധം, ഉയർത്തെഴുന്നേറ്റ് എനിക്ക് വേണ്ടി രാപ്പകൽ പക്ഷവാതം ചെയ്യുന്ന, എന്നെ ഞാനാക്കി മാറ്റിയ, എന്നെ പുതിയ സൃഷ്ടിയാക്കി മാറ്റിയ, എനിക്ക് കൃപ തന്ന ആ കർത്താവിനെ ഞാൻ സ്നേഹിക്കും. കർത്താവിനെ എന്തുകൊണ്ട് സ്നേഹിക്കും? നമുക്ക് വേണ്ടി ഇതുപോലെ മരിച്ച ആരുണ്ട്? നമുക്ക് വേണ്ടി ജീവൻ തന്നത് നമ്മുടെ അപ്പനാണോ, അമ്മയാണോ? അവരൊന്നുമല്ല. നമ്മൾ ജനിക്കുന്നത് അവർക്കൊരു സന്തോഷമായിരുന്നു. അത് അവരുടെ ഒരു ആഹ്ലാദമാണ്. മക്കളില്ലാത്തവരോട് ചോദിക്കുക എൻ്റെ വിഷമം. ഒരു കുഞ്ഞില്ലാത്തപ്പോൾ, കുഞ്ഞില്ലെങ്കിൽ അവർക്കൊരു അപമാനമാണ്, ഒരു നിന്ദയാണ്. ഹന്ന പറയണം, എൻ്റെ നിന്ദ മാറി. എലിസബത്ത് പറയുകയാണ്, സക്കറിയാവിൻ്റെ, എൻ്റെ ദൈവം എൻ്റെ നിന്ദ മാറ്റി. അപ്പോൾ നമ്മൾ ജനിക്കുക എന്നുള്ളത് മാതാപിതാക്കളുടെ നിന്ദ മാറുകയാണ്. എന്നാൽ നമ്മൾ വീണ്ടും ജനിപ്പിച്ച സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഓമനപുത്രൻ,
നമ്മെ വീണ്ടും ജനിപ്പിച്ചു, പുതിയ സൃഷ്ടിയാക്കി, അത്ഭുതമാക്കി, യേശുവിനെ പോലെയാക്കി, സ്വർഗീയന്മാരാക്കി, പൗരത്വമുള്ളവരാക്കി, ദൈവരാജ്യത്തിലാക്കി, സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി. ഇതെല്ലാ ദിവസവും പറയും തോറും എത്ര വലിയൊരു സന്തോഷമാണ്. എനിക്ക് നിങ്ങളോട് പറയാൻ പറ്റിയല്ലോ. നിങ്ങളിത് 10 പേരോട് പറയണേ. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. എന്നോട് പലരും ചോദിക്കാറുണ്ട്, എങ്ങനെ ഇങ്ങനെ എല്ലാ ദിവസവും പറയാൻ പറ്റുന്നു? എല്ലാ ദിവസവും പറയുമ്പോൾ നമ്മൾ അനുഗ്രഹിക്കപ്പെടുകയല്ലേ. ഒന്നും പറഞ്ഞില്ലെങ്കിൽ യേശുവിനെ കുറിച്ച് പറ. ക്രിസ്തുവേശുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കുന്നത് ഒന്നുമില്ല എന്ന് പൗലോസ് ഉറപ്പിച്ചു പറയുകയാണ്. ഒന്നിനും കഴിയില്ല. കർത്താവിന്റെ സ്നേഹം എത്ര വലുതാണ്. റോമാലേഖനം 8:35 അതാണ് പറയുന്നത്. അപ്പോൾ ക്രിസ്തുവിന്റെ സ്നേഹമെന്ന് പറയുമ്പോൾ സാഹചര്യങ്ങളെക്കാളെല്ലാം വലുതാണ്. മനുഷ്യരുടെ സ്നേഹം പലപ്പോഴും സാഹചര്യങ്ങൾ മാറുമ്പോൾ മാറും. ഒരിക്കലും ഒരു ഭിക്ഷക്കാരന് പൈസ കൊടുത്ത കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഒന്നുകൂടി ഈ സമയത്തൊന്ന് ഓർപ്പിക്കട്ടെ. ഒരിക്കലും ഒരു ചെറുപ്പക്കാരന്, ഒരു ഭിക്ഷക്കാരന് 100 രൂപ വെച്ച് കൊടുക്കുമായിരുന്നു. അവനന്ന് കല്യാണം കഴിച്ചിട്ടില്ല. 1 വർഷം കഴിഞ്ഞപ്പോൾ അവൻ ആദ്യം 100 രൂപ കൊടുത്തപ്പോൾ, എൻ്റെ കുഞ്ഞേ നിന്നത് ഈശ്വരൻ അനുഗ്രഹിക്കോടാന്നൊക്കെ പറഞ്ഞ് ഭയങ്കര അനുഗ്രഹമായിരുന്നു. ആദ്യത്തെ 2-3 മാസമൊക്കെ കാണുമ്പോൾ സ്നേഹം, പിന്നെ കൈ നീട്ടും, മേടിക്കും, പഴയ ചിരി പോലുമില്ല. 1 കൊല്ലം കഴിഞ്ഞപ്പോൾ അവൻ കൊണ്ടുപോയി 50 രൂപ കൊടുത്തു. അപ്പോൾ ചോദിച്ചു, എന്താ? അല്ല, ഞാൻ കല്യാണം കഴിച്ചു. പിന്നെ 1 കൊല്ലം കഴിഞ്ഞപ്പോൾ അവൻ 25 രൂപ കൊടുത്തു. ഉടനെ ഭിക്ഷക്കാരൻ, 25 രൂപയോ? അതെന്താ? എനിക്കൊരു കുഞ്ഞ് ജനിച്ചു. ഇത് കേട്ടപ്പോൾ ഭിക്ഷക്കാരൻ പറഞ്ഞു, എൻ്റെ പൈസ എടുത്തിട്ടാണോ നീ നിന്റെ ഭാര്യക്കും കൊച്ചിനും ചെലവിന് കൊടുക്കുന്നത്? മര്യാദക്ക് എൻ്റെ പൈസ തരണം. ഇതാണ് ലോകം. ഇതൊരു ലോകത്തിൻ്റെ ചിത്രമാണ്. നമ്മൾ ഒരാളെ സഹായിക്കുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമാണ്. എന്നാൽ സ്ഥിരമായിട്ട് സഹായിക്കാമോ? ഒരു ദിവസം മുടങ്ങിയാൽ അവർ നിങ്ങൾക്കെതിരെ തിരിയും. ഇതൊരു മനഃശാസ്ത്രമാണ്. അതുകൊണ്ട് ഒരാളെ സ്ഥിരമായി സഹായിച്ച് അവരുടെ ശത്രുവാകരുത്. എല്ലാവരും സഹായിച്ചോ, ഒരാളെ തന്നെ സ്ഥിരമായിട്ട് സഹായിച്ച് ശത്രുതയുണ്ടാക്കരുത്. സ്ഥിരമായിട്ട് നിങ്ങളിൽ നിന്ന് അവർക്ക് പണം കിട്ടുമെന്ന് നിങ്ങളൊരു സന്ദേശം അവർക്ക് കൊടുക്കുകയും ചെയ്യരുത്. ഇടക്കൊക്കെ ഞാൻ തരും, എൻ്റെ കയ്യിലുള്ളതുപോലെ തരും. എന്നാൽ എപ്പോഴും നിങ്ങളിൽ അവർ പ്രതീക്ഷ വെക്കരുത്. എത്രയോ പേര് ചർച്ചിൽ വന്ന് ദൈവത്തെ വിളിക്കാൻ വന്നു. പിന്നീട് ചിലരെന്ത് ചെയ്തു? അനുകമ്പ തോന്നി അവരെ അങ്ങോട്ട് സഹായിച്ചു. പിന്നീട് അവരുടെ പ്രാർത്ഥന, എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്നല്ല, കറിയാച്ചനിലായി, മറിയാമ്മയിലായി. അങ്ങനെ കുറച്ചാൾ കഴിഞ്ഞപ്പോൾ കറിയാച്ചനും മറിയാമ്മയും കൊടുക്കാതെ ആയപ്പോൾ ഇവർ തമ്മിൽ ശത്രുക്കളായി. മാത്രമല്ല മറ്റവർ സഭയെന്നും പോയി. കാരണം കറിയാച്ചനും മറിയാമ്മയാണ്. എൻ്റെ പൊന്നു കറിയാച്ച, എൻ്റെ പൊന്നു മറിയാമ്മേ, ദൈവത്തെ ആശ്രയിച്ച് ജീവിക്കാൻ മറ്റുള്ളവരെ പഠിപ്പിക്കണം. ചാരിറ്റി വേണം. മദർ തെരേസയുടെ പാത പിന്തുടരണം. അതിന് ഈ സമൂഹത്തിൽ ഒത്തിരി പേരുണ്ട്. മാറി മാറി സഹായിക്കും. ഒരാളെ തന്നെ സഹായിച്ചുകൊണ്ടിരിക്കല്ലേ. അവരെ പറക്കാൻ പഠിപ്പിക്കും. അവർ പറന്നുയരട്ടെ. സ്വന്തം കാലിൽ നിൽക്കാൻ പഠിപ്പിക്കും. ചാരി നിൽക്കാൻ ഒരു മതിലുണ്ടെങ്കിൽ നേരെ നിൽക്കാൻ മടിക്കും. നാളെ അവർ നിങ്ങൾക്ക് ശത്രുക്കളായിട്ട് മാറും. മനുഷ്യരുടെ സ്നേഹം നമ്മളങ്ങോട്ട് കൊടുത്തുകൊണ്ടിരുന്നാൽ ഭയങ്കര സ്നേഹമാണ്. ഗൾഫിൽ നിന്നൊക്കെ വരുമ്പോൾ എല്ലാവരും വിളിക്കാനും കാണാനൊക്കെ വരില്ലേ? അവർക്ക് മിഠായി കിട്ടും. അവർക്ക് ടോർച്ചോ ലുങ്കിയോ, പണ്ടൊക്കെ അതായിരുന്നു, എന്തെങ്കിലുമൊക്കെ ഒരു ഗിഫ്റ്റ് കിട്ടും. നിങ്ങൾ ഒരു മാസം ജയിലിൽ കിടന്ന് തലയൊക്കെ മുട്ടയടിച്ച് നിങ്ങളൊന്ന് നാട്ടിലോട്ട് വരാമോ? നിങ്ങളെ കൊണ്ടുപോകാനോ നിങ്ങളെ കാണാനോ ഒരു മനുഷ്യ കുഞ്ഞ് വരില്ല. നിങ്ങൾ കൊടുത്ത മിഠായി പോലും വെറുതെ ആയിരിക്കും. ഞാൻ നിങ്ങൾക്ക് ഇത് എഴുതി ഒപ്പിട്ട് തരാം. ഇതെല്ലാം വെറുതെയാ. നീണ്ട വർഷങ്ങൾ ജീവിച്ച് ഇതിലൂടെയൊക്കെ ജീവിച്ച് കയറി ഇറങ്ങി കണ്ട ചരിത്രത്തിൽ നിന്ന് പറയുകയാണ്.
അതുകൊണ്ട് കർത്താവ് മാത്രമേ നമ്മുടെ കൂടെ ഉണ്ടാകൂ. അതുകൊണ്ട് മനുഷ്യനെ സഹായിച്ച് സ്നേഹബന്ധം ഉണ്ടാക്കരുത്. കരുണ കൊണ്ട് സഹായിച്ചോ സ്ഥിരമായി സഹായിച്ച് അവരെ നശിപ്പിക്കരുത്. അവരെ പറക്കാൻ പാകമുള്ളവരായി മാറും. സ്വന്തം കാലിൽ നിൽക്കാൻ എല്ലാവരെയും പഠിപ്പിക്കും. ഒരിക്കൽ ചൈനക്കാർ ചൈനീസ് ബോർഡറിലുള്ളവർക്ക് ചൈനീസ് ഗവൺമെൻറ് മീൻ പിടിച്ചു കൊടുക്കുമായിരുന്നു. അത് മീനെ കൊണ്ടുവരും, പിടിക്കുക. അവർക്ക് മീനില്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല. തീരദേശക്കാർക്ക് അവർക്ക് ഫ്രിഡ്ജിൽ വെച്ചൊന്നും പറ്റത്തില്ല. പിന്നീട് ചൈനീസ് ഗവൺമെൻറ്റിന് തലവേദനയായപ്പോൾ അവരൊരു കാര്യം ചെയ്തു. അവർ തീരദേശത്തുള്ളവർക്ക് വല മേടിച്ചു കൊടുത്തിട്ട് വീശാനും മീൻ പിടിക്കാനും പഠിപ്പിച്ചു. നമുക്കറിയാം, നമ്മുടെയൊക്കെ നാട്ടിലുള്ള ചീന വല അവർ കൊണ്ടുവന്നതാണ്. അവർ മീൻപിടുത്തത്തിൽ എക്സ്പേർട്ടാണ്. അവരെ ലോകം മുഴുവനും മീൻ പിടിക്കുന്ന സംവിധാനങ്ങൾ തന്നെ പഠിപ്പിച്ചു. അതിനുള്ള വലകളുണ്ടാക്കി. ഇന്നും ലോകത്തിലെ ഏറ്റവും നല്ല മീൻപിടുത്ത സംവിധാനങ്ങൾ അവരുടേതാണ്. എന്തു ചെയ്തു? ഗവൺമെൻറ് മീൻ പിടിക്കാൻ പഠിപ്പിച്ചിട്ട് ഒരു വല കൊടുത്തു. അതോടെ പ്രശ്നം തീർന്നു. എന്നും മീൻ പിടിച്ചു കൊടുത്താലോ വേറൊന്നിനും നേരം ഉണ്ടാകത്തില്ല. ഇതുപോലെ ഈ സംവിധാനം നമുക്കും ഒന്ന് ഉപയോഗിക്കാൻ കഴിഞ്ഞെങ്കിൽ. മനുഷ്യർ ഇന്ന് ശത്രുക്കളായതിൻ്റെ കാരണം എന്താ? നമ്മളവരെ സ്ഥിരമായിട്ട് സഹായിച്ചു എന്നുള്ളതാണ്. നമ്മളവരെ ചീത്തയാക്കി കളഞ്ഞു. എല്ലാവരും സഹായിക്കും, മാറി മാറി സഹായിക്കും. മറ്റുള്ള സ്ഥലങ്ങളിൽ പോയി ഭക്ഷണം കൊടുക്കും, ഒരേ സ്ഥലത്ത് തന്നെ കൊടുക്കാതെ മാറി മാറി കൊടുക്കും. ആർക്കും സ്ഥിരമായൊരു പ്രതീക്ഷ വെപ്പിക്കരുത്. അപ്പോൾ ഇതൊക്കെ എന്താ? പണമുണ്ടെങ്കിൽ ഒരു സ്നേഹം, പ്രയോജനമുണ്ടെങ്കിൽ ബന്ധം, വിജയമുണ്ടെങ്കിൽ പിന്തുണ. നമ്മിലൂടെ അവർക്കൊരു വിജയമുണ്ടെങ്കിൽ, നമ്മുടെ കൈത്താങ്ങലുണ്ടെങ്കിൽ, അല്ലെങ്കിലോ അവരെല്ലാം നമുക്ക് ശത്രുക്കളാണ്. അപ്പോൾ നമ്മളിതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ക്രിസ്തുവിൻ്റെ സ്നേഹമാണ് ഏറ്റവും വലുത്. അത് മാറില്ല. എത്രത്തോളം നമ്മൾ കർത്താവിൻ്റെ കൂടെ നടക്കുന്നുവോ അത്രത്തോളം ആ സ്നേഹം ഒഴുകും. അതാണ് കർത്താവിൻ്റെ സ്നേഹം. അതാണ് യിരെമ്യാവ് 31:3. നിത്യസ്നേഹത്താൽ ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്നു. നിത്യസ്നേഹം, മാറാത്ത സ്നേഹം. നാം വീഴുമ്പോഴും അവൻ നമ്മെ സ്നേഹിക്കുന്നു. നാം ദുർബലരാകുമ്പോഴും അവൻ നമ്മെ വിട്ടുകളയുന്നില്ല. ലോകം തള്ളിയാലും യേശു കൈവിടുന്നില്ല. അങ്ങനെ ഒരു സ്നേഹം, നിലനിൽക്കുന്ന സ്നേഹം, ആ സ്നേഹം തന്ന കർത്താവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ ആർക്കും വേർപിരിക്കാൻ നമ്മളിടം കൊടുക്കരുത്. ആരെങ്കിലും വിളിച്ചുകൊണ്ട് പോകുമ്പോൾ സഭായോഗം മുടക്കി, കൂട്ടായ്മയും മുടക്കി, ബൈബിൾ വായനയും മുടക്കി അതിൻ്റെ പുറകെ പോവുകയാണ്. നിങ്ങളെ ആരെങ്കിലും ഒന്ന് കണ്ണടച്ച് കാണിച്ചപ്പോൾ അതിൻ്റെ പുറകെ പോവുകയാണ്. അതെല്ലാം താൽക്കാലികമാണ്. കർത്താവ് നിങ്ങളെ വിളിച്ചെങ്കിൽ കർത്താവിൻ്റെ കൂടെ ജീവിക്കുക. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കാൻ കഴിയില്ലെന്ന് പറയണം. പൗലോസ് പറയണ, ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ, കഷ്ടതയ്ക്കോ സങ്കടത്തിനോ ഉപദ്രവത്തിനോ പട്ടിണിക്കോ നഗ്നതയ്ക്കോ ഒന്നിനും, ഇതിനൊന്നും എന്നെ വേർപിരിക്കാൻ കഴിയില്ല. നമുക്കിത് തുടരണം. അടുത്ത ദിവസം നമുക്ക് ഈ വാക്യം ഒന്നും കൂടി ഒന്ന് ചിന്തിക്കേണ്ട ആവശ്യമാണ്. ഒരു ഉറപ്പ് വേണം. ഇന്ന് ഇത്രയും കാര്യം ചിന്തിച്ചാൽ മതി. കർത്താവിൻ്റെ സ്നേഹമേ സ്നേഹം, ബാക്കി എല്ലാം മാറിപ്പോവും. എല്ലാം മാറും. എല്ലാം എന്ന് പറഞ്ഞ് ഈ ഭൂമിയിൽ മനുഷ്യനായി പറന്ന ആരുടെ സ്നേഹം മാറും. മനുഷ്യർ മാറിയിരിക്കും. ഇന്ന് ചിരിക്കുന്നവർ ചിരിക്കണമെന്നില്ല, സാധ്യത കുറവാണ്. ഇന്നുള്ള ബന്ധം നാളെ ഉണ്ടാകണമെന്നില്ല. എന്നാൽ എന്നേക്കും മാറാത്ത നിത്യസ്നേഹത്താൽ സ്നേഹിച്ച കർത്താവിനെ സ്നേഹിച്ച് ഹാനോക്കിനെ പോലെ കർത്താവിൻ്റെ കൂടെ നടക്കുക. അത്ഭുതങ്ങൾ നിങ്ങൾ കാണും. പ്രാർത്ഥിക്കാം. യേശുവേ, അങ്ങേ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണാത്മാവോടെ, പൂർണ്ണ ശക്തിയോടെ സ്നേഹിപ്പാൻ അങ്ങ് ഞങ്ങളെ വിളിച്ചല്ലോ. ബറയോനെ, ശിമോനെ, ഇവരിൽ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചിട്ട് എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കാമെന്ന് പറഞ്ഞല്ലോ. അങ്ങ് ഞങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതും നിലനിൽക്കുന്ന മാറാത്ത സ്നേഹമാണല്ലോ. ആ സ്നേഹത്തിൽ തുടരുവാൻ, അങ്ങേ പൂർണ്ണമായി സ്നേഹിച്ച് പിൻപറ്റുവാൻ എന്നെയും ഇത് കേൾക്കുന്നവരെയും സമർപ്പിക്കും. കർത്താവെ, ഞാനത് ഏറ്റുപറയുന്നു.
ഈ വചനം കേൾക്കുന്നവർക്ക് വേണ്ടി ഞാൻ അപേക്ഷിക്കുന്നു. ഞങ്ങൾ ഒത്തിരി ലോകത്തിൻ്റെ സ്നേഹം മോഹിച്ചു പോയി. അതിലേക്ക് താൽക്കാലിക സുഖത്തിലേക്കും സ്നേഹത്തിലേക്കും ഞങ്ങൾ മയങ്ങിയിട്ടുണ്ട്. കർത്താവെ, മടങ്ങി വരുന്നു. ഈ ആഴ്ചയിൽ ഒരു പുതിയ തീരുമാനത്തോടെ ഞങ്ങളെ സമർപ്പിക്കും. പുതിയ ആഴ്ച ഞങ്ങൾക്ക് അങ്ങയോടുകൂടെ നടക്കുന്ന, ഒന്നാം സ്ഥാനം അങ്ങേക്ക് തന്ന് അങ്ങേക്ക് വേണ്ടി സമയം ചെലവഴിക്കുന്ന ആഴ്ചകളാക്കി മാറ്റണം. യേശുവിൻ നാമത്തിൽ ആമേൻ. പ്രിയമുള്ളവരെ, ഈ തീരുമാനത്തിൽ നമുക്ക് നിലനിൽക്കാം. നാളെ അനുഗ്രഹിക്കപ്പെട്ടൊരു സഭായോഗം പ്രൈസ് ജനറേഷൻ ചർച്ചിൽ രാവിലെ 8 മണിക്കുണ്ട്. അതിനുശേഷം 1 മണിക്കൂറിന് ശേഷം ഒരു യൂത്ത് മീറ്റിംഗ് ഉണ്ട്. ആ യൂത്ത് മീറ്റിംഗ് വളരെ സ്പെഷ്യലാണ്. അതൊരു 12 മണി തൊട്ട് 1:30 വരെയാണ് സാധാരണ. നിങ്ങളുടെ യൗവനക്കാർക്ക് ഒരു നല്ല ഭാവി ആവശ്യമുണ്ടെങ്കിൽ ആ യൂത്ത് മീറ്റിങ്ങിൽ പറഞ്ഞു വിടുക. അവരനുഗ്രഹിക്കപ്പെടും. 8 മണിക്കുള്ള സഭായോഗത്തിൽ വരാം. പ്രത്യേകിച്ച് അവധിക്കാലങ്ങളിൽ നാട്ടിൽ വരുന്നവർ ഒരു സഭായോഗത്തിനെങ്കിലും ഇവിടെ വന്ന് എന്നെ കണ്ടിട്ട് പോകണം, ഞങ്ങളെ കാണണം, വിസിറ്റ് ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ. ദാഹമുള്ളവർ ചേർന്ന് പാടി. യേശുവൻ ശ്വാസമാ, യേശുവൻ ശ്വാസമാ, ആദായ സാന്നിധ്യം എന്നെ വാഴുന്നു. ജീവന്റെ അപ്പമാ, ജീവന്റെ അപ്പമാ, ആദായ വചനം എന്നെ സ്പർശിച്ചു. This is the air I breathe. This is the air I breathe. Your holy presence living in me. Thank you, Father. This is my daily bread. You are Jesus.
This is my daily bread. Your very word spoken to me. I'm desperate for you. I'm lost without you. Only desperate for you, Jesus. And I'm desperate for you. And I'm lost without you. And you are the mighty name. യേശുവിനോടൊന്ന് പറഞ്ഞാട്ടെ, ദാഹമുള്ളവർ ചേർന്ന് എന്താ നീയേ, എൻ സർവ്വം നീയേ. ഓ രാമമായേ, എന്താ നീയേ, എന്റെ ജീവന്റെ അപ്പമേ, എൻ സർവ്വം നീയേ. Lord, I'm desperate for you. I'm lost without you. And I'm near, oh, and I'm near. And sarvam near. എന്നൊന്നില്ലാത്തൊരു ദാഹം ഇന്നത്തെ ആരാധനയിൽ ഓരോരുത്തരിലും ഉണ്ടാകട്ടെ. അപ്പ അങ്ങയോടുള്ള ആർത്തികൾ ഉണ്ടാകട്ടെ. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. ഓ നീതിക്ക് വേണ്ടി വിശുദ്ധ